സ്കൂൾ കുട്ടികൾക്ക് വ്യത്യസ്തമായി ഇരിപ്പിടം സജ്ജീകരിച്ചിരിക്കുകയാണ് തൃശൂർ ഈസ്റ്റ് മങ്ങാട് RCC LP സ്കൂളിലെ അധ്യാപകർ. സാധാരണയിൽ നിന്നും മാറി യു ഷേപ്പിലാണ് ക്ലാസ് മുറിയിലെ ഇരിപ്പിടങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഫ്രണ്ട് ബെഞ്ചറും ബാക്ക് ബെഞ്ചറും ഇല്ലാത്ത സമത്വമുള്ള ഒരു ക്ലാസ് റൂം എന്ന സങ്കല്പത്തോടെയാണ് പുതിയ സീറ്റിംഗ് ക്രമീകരണം. 2024 പുറത്തിറങ്ങിയ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന ചിത്രത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി യു ഷേപ്പിൽ ക്ലാസ് മുറികളിലെ ഇരിപ്പിടങ്ങൾ ക്രമീകരിച്ചത്. കുട്ടികളെ യു ഷേപ്പിൽ ഇരുത്തിയിട്ടുള്ള ഒരു ക്ലാസ് മുറിയാണ് ചിത്രത്തിന്റെ ക്ലൈമാക്സിൽ കാണിക്കുന്നത്. ഈ ചിത്രം കണ്ടതിനെ തുടർന്ന് തൃശൂർ ഈസ്റ്റ് മങ്ങാട് RCC LP സ്കൂളിലെ അധ്യാപകനായ ആൽബർട്ട് ക്രിസ്ത്യൻ തന്റെ വിദ്യാർത്ഥികളെ സിനിമയിലേതുപോലെ യു ഷേപ്പിൽ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ചെയ്യുന്നു. ഇതാണ് കേരളത്തിലെ പല സ്കൂളുകളും പിന്നീട് ഏറ്റെടുക്കുകയും വിദ്യാഭ്യാസ വകുപ്പ് ഔദ്യോഗികമായി ഉത്തരവിട്ടിട്ടില്ലെങ്കിലും കേരളത്തിലെ നിരവധി സ്കൂളുകൾ മാതൃകയാക്കുകയും ചെയ്തത്. ഈ ഒരു അറേഞ്ച്മെന്റ് യു ഷേപ്പ് എന്ന് പറഞ്ഞ അറേഞ്ച്മെന്റ് ആണ്. അപ്പോൾ നമുക്കിവിടെ കുട്ടികളെല്ലാവരുടെയും ഒരുപോലെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലാസ് റൂമിൻ്റെ വലുപ്പത്തിനനുസരിച്ചും കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ചാണ് ഞാൻ അറേഞ്ച് ചെയ്തത്. ഞാനൊരു ബാക്ക് ബെഞ്ചറായിരുന്നു. അപ്പോൾ അവിടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികളെ തരംതിരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവത്തിൽ ഞാനും കുറേ നാളൊക്കെ പുറകിലിരുന്നു. അപ്പോൾ എനിക്കതൊരു മാറ്റം അന്ന് എനിക്കൊരു ഫീൽ ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ അതൊരു മാറ്റം വരുത്തണം എന്നൊരു അധ്യാപകനായപ്പോഴാണ് എനിക്ക് തോന്നിയത്. സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന് പറഞ്ഞ സിനിമ എനിക്കൊരു പ്രചോദനമായി. എല്ലാവരുടെ അടുത്തും എത്താനായിട്ട് പറ്റുന്നുണ്ട്. ഞാൻ പറയണത് കൃത്യമായിട്ട് അവർക്ക് കാണാനും അതുപോലെ തന്നെ കേൾക്കാനും പറ്റുന്നുണ്ട്. പണ്ട് മുതലേ പിന്തുടർന്നിരുന്ന നിരനിരയായി ബെഞ്ചും ഡെസ്കും ഇട്ടുള്ള ക്ലാസ് മുറികളിലെ മുൻനിരയിലെ ഫ്രണ്ട് ബെഞ്ചർമാരും പിൻനിരയിലെ ബാക്ക് ബെഞ്ചർമാരും എന്ന കുട്ടികളിലെ വേർതിരിവ് ഇല്ലാതാക്കാൻ കഴിയുമെന്നതാണ് പുതിയ ക്ലാസ് റൂം രീതിയെ ഏറ്റവും സ്വാഗതാർഹമാക്കുന്നത്. യു ഷേപ്പിൽ ഇരുന്നതോടെ കുട്ടികൾക്ക് എല്ലാവർക്കും അധ്യാപകനെയും അധ്യാപകർക്ക് എല്ലാ കുട്ടികളെയും കൃത്യമായും വ്യക്തമായും കാണാൻ സാധിക്കും. ഒപ്പം ബോർഡിൽ എഴുതുന്നത് മറയാതെ കാണാനാകുമെന്ന കുട്ടികളും പറയുന്നു. ഈ അറേഞ്ച്മെന്റ് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. മാഷിൻ്റെ ക്ലാസ്സൊക്കെ ശ്രദ്ധിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇപ്പോൾ ബോർഡൊന്നും പണ്ട് കാണാനായിരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ മുന്നിൽ വലിയ കുട്ടികളൊക്കെ ഇരിക്കുമ്പോൾ കാണാണ്ടായിരുന്നില്ല. ഇപ്പോൾ കാണാനൊക്കെ ഉണ്ട്. നല്ലൊരു രീതിയാണിത്. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ട രീതിയാണ്. എല്ലാ ക്ലാസ്സിലും ഇങ്ങനെ ആയിരിക്കട്ടെ എന്ന് എൻ്റെ ഒരു ആഗ്രഹം. മറ്റിച്ചിടുമ്പോൾ ബാക്കിലുള്ളവർക്ക് ബോർഡ് നോക്കിയിട്ട് എഴുതാനായിട്ട് ഇച്ചിരി പ്രയാസമാണ്. ഇപ്പം ഇങ്ങനെ ഇട്ടപ്പോൾ എല്ലാവർക്കും ബോർഡ് നോക്കിയിട്ട് പെട്ടെന്ന് എഴുതാൻ പറ്റുന്നുണ്ട്. സ്കൂളിലെ ഒരു അധ്യാപകൻ കൊണ്ടുവന്ന മാറ്റത്തെ പ്രധാനാധ്യാപികയും മാനേജ്മെന്റും മറ്റധ്യാപകരും ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയായിരുന്നു. ഇപ്പോൾ സ്കൂളിലെ LKG മുതലുള്ള ക്ലാസ് റൂമുകൾ ഇത്തരത്തിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. നമ്മൾ കേട്ടുപഴകിയ ബാക്ക് ബെഞ്ചർ എന്ന അപഹർഷതാബോധം ഒഴിവാക്കാൻ ഈ പുതിയ സംവിധാനം കുട്ടികളെ സഹായിക്കുന്നുവെന്ന് പ്രധാനാധ്യാപികയും പറയുന്നു. പിന്നിലെ ബെഞ്ചിലിരിക്കാൻ ഒരു കുട്ടി ആഗ്രഹിക്കുന്നില്ല, ഒരു രക്ഷിതാവും ആഗ്രഹിക്കുന്നില്ല അവരുടെ കുട്ടി പിന്നിലിരിക്കാൻ. ഇപ്പോൾ നമ്മളുടെ ഇത് കണ്ടതിന് ശേഷം പല സ്കൂളുകളും തുടങ്ങിയതായിട്ടൊക്കെ വാർത്തയിൽ കണ്ടിരുന്നു. എന്തായാലും കുട്ടികൾ കുറവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഈ രീതിയാണ്. നാളെയുടെ പ്രതീക്ഷകളായ കുട്ടികൾക്ക് നല്ല മാതൃകകൾ പകർന്നു നൽകുന്ന ഇടങ്ങളായ കേരളത്തിലെ സ്കൂളുകളെ അയൽ സംസ്ഥാനങ്ങൾ പോലും മാതൃകയാക്കാൻ ഒരുങ്ങുകയാണ്. മങ്ങാട് RCC LP സ്കൂളിലെ ക്ലാസ് റൂമുകളിൽ ബാക്ക് ബെഞ്ചേഴ്സ് എന്നോ ഫ്രണ്ട് ബെഞ്ചേഴ്സ് എന്നോ ഇല്ല. എല്ലാ കുട്ടികളും തുല്യരാണ്. പുതിയ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് കുട്ടികൾക്കും ഗുണകരമാണ്. കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും ഈ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് കൊണ്ടുവരണമെന്നാണ് ഇവിടുത്തെ അധ്യാപകരും പറയുന്നത്. അനുരാഗിനൊപ്പം ഹരീഷ് നാരായൺ, അമൃത ന്യൂസ്, തൃശൂർ.